റിട്ടയർമെന്റിന് റിയലി എത്ര പണം വേണം? ഒരു വ്യക്തിയുടെ കഥ പറയാം. റിട്ടയർഡ് ആയിട്ട് 6 വർഷമായ ഒരു വ്യക്തി. അദ്ദേഹം ഒരു ദിവസം രാവിലെ ടേബിളിൽ കുറച്ച് പേപ്പേഴ്സുമായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, കുറച്ച് മെഡിക്കൽ ബിൽസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്. അദ്ദേഹം ഓരോന്നും വെച്ച് കണക്ക് കൂട്ടുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ ഇത്ര സീരിയസ് ആയിട്ട് രാവിലെ തന്നെ ഇരുന്ന് കണക്ക് കൂട്ടുന്നു? അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ഈ മാസം ചിലവ് കുറച്ച് കൂടുതലാണ്. പക്ഷേ പ്രശ്നം ആ മാസം മാത്രമായിരുന്നില്ല. അദ്ദേഹം റിട്ടയർഡ് ആയപ്പോ വിചാരിച്ചു മാസം 45,000 50,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമെന്ന്. അന്ന് അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടായിരുന്നു, കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, FD ഉണ്ടായിരുന്നു, സ്വന്തം വീടും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എന്റെ റിട്ടയർമെന്റ് സേഫ് ആണ്. പക്ഷേ 6 വർഷം കഴിഞ്ഞപ്പോൾ ഗ്രോസറി എക്സ്പെൻസ് കൂടി, മെഡിക്കൽ എക്സ്പെൻസ് കൂടി, ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, ഇൻഷുറൻസ് പ്രീമിയം കൂടി, മെഡിക്കൽ വിസിറ്റ് കൂടി. അന്ന് 50,000 കൊണ്ട് നടന്നിരുന്ന ജീവിതം ഇന്ന് നടക്കുന്നില്ല. ഒരു ദിവസം ഭാര്യ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമുക്ക് കുട്ടികളോട് കുറച്ച് പണം ചോദിച്ചാലോ? അദ്ദേഹം ഉടനെ പറഞ്ഞു, വേണ്ട, കഴിയുന്നിടത്തോളം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. സുഹൃത്തുക്കളെ, ഇതാണ് റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്തുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു റിസ്ക്. പണമില്ലാത്തതല്ല, പണത്തിന്റെ വാല്യൂ കുറഞ്ഞു പോകുന്നത്. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫിനാൻഷ്യൽ ക്ലാരിറ്റി കോച്ച്, ഫൗണ്ടർ ഓഫ് വെൽത്ത് മാസ്റ്ററി ഹബ്. ഇന്ന് ഞാൻ നിങ്ങളോട് മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷനോ പെൻഷൻ ഫണ്ട് റെക്കമെൻഡേഷനോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് റിട്ടയർമെന്റിന് യഥാർത്ഥത്തിൽ എത്ര രൂപ വേണം? 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി? സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തരും ഓരോ നമ്പർ പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ റിട്ടയർമെന്റ് നമ്പർ അത് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടേതല്ല. നമുക്കൊരു ഉദാഹരണത്തിന് ഒരു 45 വയസ്സുള്ള ആളെ എടുക്കാം. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഫാമിലി എക്സ്പെൻസ് 50,000 രൂപ. അദ്ദേഹം ചിന്തിക്കുകയാണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലോൺ തീരും, ഹോം ലോൺ തീരും, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല, 50,000 കിട്ടിയാൽ മതിയാകും. പക്ഷെ ഇവിടെയാണ് മിസ്റ്റേക്ക്. 50,000 എന്ന തുക നിങ്ങൾ ഫ്രീസ് ചെയ്യും, പക്ഷെ എക്സ്പെൻസ് അത് ഫ്രീസ് ആകുന്നില്ല. 15 വർഷം കഴിയുമ്പോൾ, 60 വയസ്സാകുമ്പോൾ, ഇന്ന് 50,000 രൂപ കൊണ്ട് കിട്ടിയിരുന്ന സാധനങ്ങൾ ഒന്നും തന്നെ അതേ 50,000 രൂപയ്ക്ക് കിട്ടണമെന്നില്ല. ഇന്നത്തെ മന്ത്ലി എക്സ്പെൻസ് 50,000 രൂപയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും ഒരു 6% വീതം എടുക്കാം. 10 വർഷത്തിന് ശേഷം ഇന്നത്തെ 50,000 രൂപ 90,000 രൂപയായി മാറും. 15 വർഷത്തിന് ശേഷം ഏകദേശം 1,20,000 രൂപയായി മാറും. 20 വർഷത്തിന് ശേഷം ഏകദേശം 1,60,000 രൂപയായി മാറും. ഇത് ഗ്യാരണ്ടീഡ് ആയ തുകയൊന്നുമല്ല, കാരണം ഇൻഫ്ലേഷൻ ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇവിടെ നമ്പറിനേക്കാൾ വ്യത്യസ്തമായ ഒരു ലെസൺ ഉണ്ട്. നിങ്ങളുടെ എക്സ്പെൻസ് ഇരട്ടിയാകാൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇരട്ടിയാകേണ്ട ആവശ്യമില്ല. അതേസമയം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താലും പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പലരും എന്നോട് പറയും, മാഡം, 1 കോടി രൂപയുണ്ടെങ്കിൽ റിട്ടയർമെന്റ് സുഖമാകും. ഞാൻ ചോദിക്കും, 1 കോടി എന്തിനാണ്? അപ്പോൾ അവർക്ക് ഉത്തരമില്ല. ഫ്രണ്ട് പറഞ്ഞു, യൂട്യൂബിൽ കേട്ടു, അഡ്വൈസർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയും. സുഹൃത്തുക്കളെ, 1 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്, 5 കോടി എന്ന് പറഞ്ഞാലും വലിയ തുകയാണ്. പക്ഷേ റിട്ടയർമെന്റ് പ്ലാനിങ്ങില് വലിയ നമ്പർ റൈറ്റ് റിട്ടയർമെന്റ് എന്ന അർത്ഥമില്ല. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട നമ്പർ എത്രയാണോ അതാണ് കണ്ടെത്തേണ്ടത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവരുടെ എക്സ്പെൻസിനനുസരിച്ച്, സേവിങ്സിനനുസരിച്ച് പലർക്കും വ്യത്യസ്തമായിരിക്കും. നമുക്ക് 2 സുഹൃത്തുക്കളെ എടുക്കാം. 2 പേർക്കും വയസ്സ് 60. 2 പേർക്കും 1 കോടി റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടെന്ന് കരുതുക. ആദ്യത്തെ വ്യക്തിക്ക് സ്വന്തം വീടുണ്ട്, ലോണൊന്നുമില്ല, 30,000 രൂപ പെൻഷൻ ഉണ്ട്, മന്ത്ലി എക്സ്പെൻസ് 40,000 രൂപ മതി, ചെറിയൊരു റെന്റൽ ഇൻകവും കിട്ടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്ക് പെൻഷൻ ഇല്ല, മന്ത്ലി എക്സ്പെൻസ് 1,00,000 രൂപ വേണം, റെന്റ് കൊടുക്കണം, മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്, സ്പൗസ് വർക്കിംഗ് അല്ല. ഇപ്പോൾ പറയൂ, 2 പേർക്കും 1 കോടി രൂപയുണ്ട് എന്നതുകൊണ്ട്
രണ്ടുപേരും ഫിനാൻഷ്യലി ഈക്വലി സെക്യൂർ ആണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ കോർപ്പസിന്റെ സൈസ് മാത്രം നോക്കുന്ന ഒരു ഗെയിം അല്ല. അത് ക്യാഷ് ഫ്ലോ പ്ലാനിംഗ് ആയിരിക്കണം. റിട്ടയർമെന്റിന്റെ രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത് ലോങ്ങവിറ്റിയാണ്. നമ്മൾ കൂടുതൽ കാലം ജീവിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സന്തോഷമായിരിക്കും. പക്ഷേ ശരിയായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ചലഞ്ചായി മാറിയേക്കും. 60 വയസ്സിൽ റിട്ടയർഡ് ആവുന്ന ഒരു വ്യക്തി 85 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ 25 വർഷത്തെ ലൈഫ് എക്സ്പെൻസ് അവിടെ ഉണ്ടാകും. 90 വയസ്സ് വരെ ജീവിച്ചാലോ 30 വർഷത്തെ എക്സ്പെൻസ് വേണം. നിങ്ങൾക്ക് സാലറി ഒന്നും ഇല്ലാതെ തന്നെ ഈ 30 വർഷവും ഇൻകം ഉണ്ടായിരിക്കണ്ടേ? അതിനിടയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും, മെഡിക്കൽ എക്സ്പെൻസ് കൂടും, ഹൗസ് മെയിന്റനൻസ് എക്സ്പെൻസ് കൂടും, മറ്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ലൈഫ് എക്സ്പെൻസ് കൂടും. അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ചോദിക്കേണ്ടത് 60 വയസ്സിൽ എനിക്ക് എത്ര കോർപ്പസ് വേണം എന്നല്ല, ഈ കോർപ്പസ് എന്നെ എത്ര കാലം സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും കൂടി നമ്മൾ ചോദിക്കേണ്ടതാണ്. മൂന്നാമത്തെ റിസ്ക് ആണ് മെഡിക്കൽ എക്സ്പെൻസ്. ഹെൽത്ത് കെയർ എക്സ്പെൻസ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഹെൽത്തിൽ ഉണ്ടാകാറില്ല. പക്ഷേ റിട്ടയർമെന്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഹെൽത്ത് കെയർ വേണം, മെഡിസിൻസ് ഉണ്ടാവണം, ടെസ്റ്റ് വേണം, ഡോക്ടർ കൺസൾട്ടേഷൻ വേണം, ഹോസ്പിറ്റലൈസേഷൻ വേണം, ഡെന്റൽ കെയർ, ഐ കെയർ, ഫിസിയോതെറാപ്പി, ഇങ്ങനെ ട്രീറ്റ്മെന്റ് നീണ്ടുപോകും. ഇവ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് പ്രാധാന്യം തന്നെ. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മാത്രം റിട്ടയർമെന്റിൽ മെഡിക്കൽ പ്ലാനിംഗ് നടക്കുകയില്ല. എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണമെന്നില്ല. പക്ഷേ മറ്റു മെഡിക്കൽ എക്സ്പെൻസുകൾ അത് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്തുമ്പോൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഒരു ഫണ്ട് നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. ഇവിടെ മറ്റൊരു ഇമോഷണൽ മിസ്റ്റേക്ക് കൂടി വരും. മക്കളുണ്ടല്ലോ, തീർച്ചയായും മക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവാം, അത്യാവശ്യം വന്നാൽ സഹായിക്കുകയും ചെയ്യും. പക്ഷേ അവർക്കും അവരുടേതായ ജീവിതമുണ്ട്, അവരുടെ ലൈഫ് എക്സ്പെൻസുകളുണ്ട്, മറ്റ് ലൈഫ് റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഹോം ലോൺ, ചിൽഡ്രൻസ് എക്സ്പെൻസ്, മറ്റ് തിരക്കുകൾ. അപ്പോൾ നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിംഗ് ഇല്ലാത്തത് അവരുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ ബാധിക്കേണ്ടതുണ്ടോ? ഞാൻ പറയും മക്കളെ സ്നേഹിക്കാം, പക്ഷേ നമ്മുടെ റിട്ടയർമെന്റ് അവർക്കുള്ള EMI ആക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന 20-30 വർഷം അത് മറ്റുള്ളവർക്ക് ബാധ്യതയാകാതെ നമ്മുടെ ഫിനാൻഷ്യൽ ഡിഗ്നിറ്റി കഴിയുന്നത്ര നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ റിട്ടയർമെന്റിന് എത്ര വേണം? ഒരു റെഡിമെയ്ഡ് നമ്പർ തരാൻ പറ്റില്ല. പകരം ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇന്നത്തെ എസൻഷ്യൽ മന്ത്ലി എക്സ്പെൻസ് എത്ര? റിട്ടയർമെന്റിന് ഇനി എത്ര വർഷമുണ്ട്? ഇൻഫ്ലേഷൻ കൂടി പരിഗണിച്ചാൽ റിട്ടയർമെന്റ് സമയത്തെ എക്സ്പെൻസ് എത്രയായിരിക്കും? റിട്ടയർമെന്റ് കഴിഞ്ഞാൽ എത്ര വർഷത്തെ ഇൻകം പ്ലാൻ ചെയ്യണം? പെൻഷൻ, റെന്റ്, ആന്വിറ്റി ഇതുപോലെയുള്ള റെഗുലർ ഇൻകം പ്ലാനുകൾ എന്തൊക്കെയുണ്ട്? എക്സിസ്റ്റിംഗ് റിട്ടയർമെന്റ് അസറ്റ്സ് എത്ര? PF, PPF, സേവിങ്സ്, FD ഇവയെല്ലാം കണക്കാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കോർപ്പസും നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്ന കോർപ്പസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റിട്ടയർമെന്റ് ഗ്യാപ്പ്. ഒരു വ്യക്തിക്ക് റിട്ടയർമെന്റ് കോർപ്പസ് 1-2 ലക്ഷം രൂപ മന്ത്ലി എക്സ്പെൻസ് എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ 40,000 രൂപയുണ്ടെങ്കിൽ അപ്പോൾ മുഴുവൻ 1-2 ലക്ഷം രൂപ കോർപ്പസിൽ നിന്ന് തന്നെ വരണമെന്നില്ല. കാരണം അവിടെ ഈ ഒരു ഗ്യാപ്പ് 40,000 കഴിച്ചിട്ട് ബാക്കിയുള്ള 80,000 രൂപ കണ്ടെത്തിയാൽ മതിയാകും. വേറൊരാൾക്ക് പെൻഷനോ മറ്റ് അസറ്റോ ഒന്നുമില്ലെങ്കിൽ അവിടെ സ്ഥിതി വേറെയാണ്. പല രീതിയിലുമുള്ള അസറ്റുകളോ മറ്റ് എക്സ്പെൻസുകളോ ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം റിട്ടയർമെന്റ് ലൈഫിലെ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഗ്യാപ്പ് കണ്ടെത്തേണ്ടത്. പിന്നീട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഏത് പ്ലാൻ വേണം എന്നാണ് നോക്കേണ്ടത്. ഇതാണ് ഫിനാൻഷ്യൽ ക്ലാരിറ്റി. 4 മിസ്റ്റേക്കിനെ കുറിച്ച് പറയാം. ഇന്നത്തെ എക്സ്പെൻസ് വെച്ചിട്ട് ഫ്യൂച്ചർ എക്സ്പെൻസ് കണക്കാക്കുന്നത്. രണ്ടാമത്തത് കോർപ്പസ് മാത്രം നോക്കുന്നത്. റിട്ടയർമെന്റ് ക്യാഷ് ഫ്ലോ കൂടി കണക്കാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് ഹെൽത്ത് കെയർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ എക്സ്പെൻസ് കൂടി വരികയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തത് റിട്ടയർമെന്റ് പ്ലാനിംഗ് വളരെ ലേറ്റ് ആയിട്ട് തുടങ്ങുന്നത്. ടൈം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസറ്റാണ്. ടൈം കുറയുമ്പോൾ നമ്മളുടെ പ്രഷർ അത്രയും കൂടും.
നിങ്ങളുടെ റിട്ടയർമെന്റ് നമ്പർ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിട്ടയർമെന്റ് ഗ്യാപ്പ് മനസ്സിലാക്കും. ഫിനാൻഷ്യൽ ക്ലാരിറ്റി മനസ്സിലാക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.